പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി മലയാളം ഡബ്ബിങ്ങിലടക്കം റിലീസായ കുറച്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രം ഗാങ്സ് ഓഫ് ഗോദാവരി. 2024 റിലീസായ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ഗാങ്സ് ഓഫ് ഗോദാവരി. കൃഷ്ണ ചൈതന്യ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിശ്വാക് സെൻ, നേഹ ഷെട്ടി, അഞ്ജലി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 80s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ലങ്ക എന്ന ഒരു ഉൾഗ്രാമത്തിൽ ചെറിയ ചെറിയ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് സാധാരണമായ ജീവിതം നയിച്ചു വരുന്ന നായകൻ. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലുള്ള വലിയ 2 നേതാക്കളും സംഘവുമൊക്കെ പണത്തിനും അധികാരത്തിനുമൊക്കെ വേണ്ടി വലിയ പല ഇല്ലീഗൽ ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കാനായി ഇടയാവുന്നതും ഏതെങ്കിലും വിധത്തിൽ അവരോടൊപ്പം ചേർന്ന് വലിയ നിലയിലേക്ക് എത്തണം എന്നവൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവൻ ആരംഭിക്കുന്നതും തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആക്ഷനും പ്രണയവും പാട്ടുകളുമൊക്കെയായി കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ ഒരു റൂറൽ ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുതുമയോ എൻഗേജിംഗ് ഫാക്ടേഴ്സോ ഒന്നും നിലനിർത്താൻ സാധിക്കാത്തതുപോലെ സ്ലോ പേസിൽ പോകുന്ന സിനിമ ഒരു ഏവറേജോ ബിലോ ഏവറേജോ ആയിട്ടുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് IMDb 5.5 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ചിത്രം ബഡേ മിയാൻ ചോട്ടെ മിയാൻ. 2024 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ. അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ്, പൃഥ്വിരാജ്, മാനുഷി ചില്ലർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ഒരു ആയുധത്തെ വില്ലൻ കൈക്കലാക്കുകയും അതുപയോഗിച്ച് ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നവൻ ഭീഷണിപ്പെടുത്തുകയുമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാനും ആ ഒരു ആയുധത്തെ തിരിച്ചു കൊണ്ടുവരാനുമായി ഇന്ത്യൻ അതോറിറ്റീസ് 2 സൂപ്പർ സോൾജേഴ്സിനെ അയക്കുകയാണ്. അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആക്ഷനും കൊമേഴ്ഷ്യൽ എലമെൻസും ഒക്കെയായി ഒരു റൂട്ടീൻ ക്ലീഷേ സ്റ്റൈലിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് ആക്ഷൻ ത്രില്ലർ ഹിന്ദി മൂവിയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറയാം. ആക്ഷൻ ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 4.3 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം രത്നം. 2024 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് രത്നം. ഹരി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിശാൽ, പ്രിയ ഭവാനി ശങ്കർ, സമുദ്രകനി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാരണങ്ങളാൽ വലിയ ഒരു വില്ലൻ സംഘവുമായി പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന നായിക. ഒരു ഘട്ടത്തിൽ അവളെ നായകൻ പരിചയപ്പെടാനിടയാവുന്നതും അവൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി വില്ലന്മാരിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അവളെ സംരക്ഷിക്കാനുമായി അവൻ തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഡയറക്ടർ ഹരിയുടെ സ്ഥിരം മേക്കിംഗ് സ്റ്റൈലിൽ ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല റൂറൽ ആക്ഷൻ ത്രില്ലർ മൂവി എന്ന രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യത്യസ്തതകളൊന്നും സമ്മാനിക്കാത്ത ഒരു ആവറേജ് സിനിമാ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. രത്നം എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴിലും മലയാളം ഡബ്ബിംഗിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 6.6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. നാലാമത്തെ ചിത്രം ആചാർ ആൻഡ് കോ. 2023 റിലീസായ കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് ആചാർ ആൻഡ് കോ. സിന്ധു ശ്രീനിവാസമൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ഹർഷിൽ കൗശിക്, മന്ദാര, സിന്ധു ശ്രീനിവാസ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1960കളിൽ ഒരു ഫാമിലിയിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. കുറേ അംഗങ്ങളുള്ള വലിയ ഒരു ട്രഡീഷണൽ ഫാമിലി സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു ട്രാജഡി ഉണ്ടാവുകയാണ്. അതിനുശേഷം കുടുംബ ബാധ്യതകളെല്ലാം മക്കളിലേക്ക് എത്തുന്നതും അതിനെ തുടർന്ന് ആ ഫാമിലിയിൽ പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു ഫാമിലിയിൽ നടക്കുന്ന വ്യത്യസ്തമായ സിറ്റുവേഷൻസും കോമഡിയും ഇമോഷൻസും ഒക്കെയായി ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു നൈസ് വൺ ടൈം വാച്ചബിൾ കന്നഡ മൂവിയാണ് ആചാർ ആൻഡ് കോ. സിനിമയുടെ ഒറിജിനൽ വേർഷൻ ആമസോൺ പ്രൈമിലൂടെയും
മലയാളം ഡബ്ഡ് വേർഷൻ TV പ്രീമിയർ ആയുമാണ് റിലീസായിരിക്കുന്നത്. ആചാർ ആൻഡ് കോ എന്ന സിനിമയ്ക്ക് IMDb 7.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി കാണാവുന്നതാണ്. മലയാളം ഡബ്ഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമകളൊക്കെ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.